എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പം ഞാൻ അപൂർവങ്ങളിലെ ഇവരുടെ ഈ വീഡിയോ എടുക്കാറുള്ളൂ കേട്ടോ. ഇവരുടെ ഈ ടോപ്പിക്ക് അപൂർവങ്ങൾ എടുക്കാൻ കാര്യം ചില സമയത്ത് നമുക്ക് ഓരോന്നൊക്കെ കണ്ട് നമുക്കൂടെ അങ്ങ് എന്നേലൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാര്യം അതുപോലെ ഇപ്പോൾ ഇവരങ്ങ് നിറഞ്ഞ് നിൽക്കുവാണ്. എന്നെ അതെനിക്കറിയത്തില്ല. ഇച്ചിരി ഒന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ പുള്ളിക്കാരി തന്നെ എന്നൊരു നെഗറ്റീവ് ഉണ്ടായിക്കൊണ്ട് വരും. കാര്യം അത് റിയാക്ഷനായിട്ട് മറ്റുള്ളവർ എടുക്കാനും ആ റിയാക്ഷൻ വീഡിയോ ചെയ്യാനും അതിലൂടെ അവരെ വിളിച്ചുകൊണ്ട് പുള്ളിക്കാരിക്ക് വീണ്ടും ഫെയിം ആകാനായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലരും ബോധമുള്ളവർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാകാന്നേ ഉള്ളൂ. പിന്നെ കുറേ ആൾക്കാർ വരും, അവൾ അങ്ങനെ നടക്കുന്നത് നിനക്കെന്നാ, അവൾ ഇങ്ങനെ നടക്കുന്നത് നിനക്കെന്നാ, നീയാണ് അവൾക്ക് ചിലവ് കൊടുക്കുന്നത്. പുള്ളിക്കാരിക്ക് നാട്ടുകാർ മൊത്തം ചിലവിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ നേരം കാണത്തുള്ളൂ. മനുഷ്യൻ ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, പിന്നെ എന്നതിന് മറ്റുള്ളൊരു ചിലവിന് വരുമോ ഇല്ല നീ ചോദിക്കാനായിട്ടിരിക്കുന്നത്. അംഗവൈകല്യമുള്ള വ്യക്തിയൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ശരിയാ, നാട്ടുകാർ ചിലവിന് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ പിന്നെ ഉണ്ടൊരു അന്തസ്സ്. ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് ഇത്രയും നാട്ടുകാർ എന്നേലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് ഉടനെ നീ എന്ന ചിലവിന് കൊടുക്കുക എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ ഇവരിൽ നിന്ന് മനസ്സിലാക്കി തിരിയുന്നുണ്ട് കേട്ടോ. കുറേ പേര് എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ ഇവരെ ഭയങ്കര ആരാധിച്ചുകൊണ്ട് എനിക്ക് ഇവരെ ഇഷ്ടമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇവരുടെ അഭിനയം കുഴപ്പമില്ല, ഇവരൊരു നടിയാണ്, അങ്ങനെയൊക്കെ എനിക്കിഷ്ടം. പക്ഷേ ഇവരുടെ വാ തുറന്നാൽ വരുന്ന കാര്യങ്ങൾ അതിനോടേ ഉള്ളൂ എനിക്കും എതിർപ്പ്. നമുക്ക് ഇപ്പോൾ ഒന്നും കൂടെ അങ്ങ് അഹങ്കാരം കയറിയിട്ട് ഭയങ്കര അഹങ്കാരത്തോടുകൂടിയുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കിച്ചു വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഋതപ്പൻ ഒന്ന് ചിരിച്ച് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കത് ചിലപ്പോൾ പറയായിരിക്കും. എന്നാൽ പിന്നെ നീ പോയി അവരുടെ കൊച്ചിനെ നോക്കുന്നറിയും. എൻ്റെ പിള്ളേരെ ഞാൻ നല്ല സന്തോഷമായിട്ട് തന്നെ വളർത്തുന്നത്. ഏതൊരു അമ്മയെന്നുള്ളൊരു സ്ഥാനം വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന് മടിയിലിരുത്തുവോ, അതിനെ ഒന്ന് സ്നേഹിക്കുവോ, അല്ലെങ്കിൽ പുള്ളിക്കാരി പോകുന്ന സമയത്ത് പോലും ആ കുഞ്ഞ് ആ സീറ്റിന് ബാക്ക് വശത്താണ് ഇരിക്കുന്നത്. ആ പുള്ളിക്കാരുടെ മഴ അതെന്നും അതിനെ എപ്പോഴും ശ്രദ്ധിച്ച് അതിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളിൽ നല്ല വിഷമമുള്ള പോലെ നമുക്ക് തോന്നാറുണ്ട്. കിച്ചു വരുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര സന്തോഷമാണ്. കിച്ചുവിനെ കെട്ടിപ്പിടിക്കുന്നു, കിച്ചുവായിട്ട് കളിക്കുന്നു, ചിരിക്കുന്നു, അങ്ങനെയൊക്കെ. പുള്ളിക്കാരുടെ തിരക്ക് ആ കൊച്ചിനെ ശരിക്കും ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എത്രയാണെന്ന് പറഞ്ഞാൽ ആരെല്ലാം സ്നേഹിക്കാനുണ്ടെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും കൊടുക്കുന്ന സ്നേഹം അതൊരു പ്രത്യേക സ്നേഹം തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരി എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം കിച്ചു ഒരു ലൈവിലൂടെ പറഞ്ഞായിരുന്നു ആ വീട് സ്ഥലവും അതെനിക്ക് തന്നതാണ്. എനിക്ക് തന്നതെന്ന് ഉദ്ദേശിച്ച് എനിക്കത് കിച്ചുവിന് തന്നെയല്ല, ഋതപ്പനും കൂടെ കൂടിയുള്ളതാണ്. ഒരിക്കലും കിച്ചു ഋതപ്പനെ തള്ളിക്കളയായിരുന്നു 100% ഉറപ്പുള്ള കാര്യമാണ്. കാര്യം അങ്ങനെ തള്ളിക്കളയുന്ന ഒരു കൊച്ചാണെങ്കിൽ വല്ലപ്പോഴാണെങ്കിൽ പോലും അതിനെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ആഹാരം മേടിച്ച് കൊടുക്കാനും അതിന് ഓരോ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും അതിടുന്നൊരു ചെരുപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനൊന്ന് നല്ല ഇതായിട്ട് അതിനെ എപ്പോൾ കണ്ടാലും ഒരു അലങ്കോലപ്പെട്ടാണ് അത് നടക്കുന്നത് കണ്ടിട്ടുള്ളത്, അല്ലാതെ ഒരു നീറ്റായിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് കിച്ചുവാണ് കൊണ്ടുപോയി മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കിച്ചുവിൻ്റെ മനസ്സിൽ അവനെൻ്റെ അനിയനാണെന്നും അത്രയ്ക്ക് സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിന് പുള്ളിക്കാരിക്ക് ഡയറക്റ്റായിട്ട് കിച്ചുവിനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ആൾക്കാരെല്ലാവരും നെഗറ്റീവ് പറയുമെന്നറിയാം. അതുകൊണ്ട് എന്നിട്ടും കിച്ചുവിനെ നെഗറ്റീവ് പറയാനും കുറേ എനിക്കൊന്ന് ഇവർ തന്നെ കുറേ ഫേക്ക് ഐ ഡി ഒക്കെ ആയിരിക്കും. അല്ലെ പിന്നെ കിച്ചുവിനെ കള്ളും കുടിച്ച് നടന്നേ ചോരൊന്നും പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ കണ്ടായിരുന്നു. അങ്ങനെ കുറേ എണ്ണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാണ് രേണു ചേച്ചിയുടെ പുതിയ ഡയലോഗൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും അഹങ്കാരം പിടിച്ചൊരു പെണ്ണുമ്പിള്ളേനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും ഈ അഹങ്കരിക്കുന്നതിനൊക്കെ ഉണ്ടല്ലോ, എത്ര ആകാശത്തൂടെ പറഞ്ഞാലും താഴെ വന്നേ സമ്മാനമുള്ളെന്ന് പറയുന്നു അല്ലേ. ഇപ്പൊ നമുക്ക് കിച്ചു അങ്ങനെയാണെങ്കിൽ കിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് ജോലിക്ക് അവൻ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. മനസ്സിലായോ? കിച്ചു അങ്ങനെ പറഞ്ഞെങ്കിൽ കിച്ചുവിന്റെ ഋതുവിന്റെ വീടാണല്ലോ അത്, ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ്. അപ്പം അവന് ജോലിക്ക് ആകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. ഞാൻ ആ ലൈവ് പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഒന്നും പൂർണ്ണമായിട്ട് കാണാറില്ല, കുറേശ്ശേ കാണാറുള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും കണ്ടില്ല. കിച്ചു ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല. കിച്ചു പറയുന്നത് നമുക്ക് കിട്ടിയ വീട് നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, അത് മറ്റുള്ളവരല്ല സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. മറ്റുള്ള അവർ തന്നത് അവർ തന്നു, അത് നമുക്കൊരു പുണ്യമായിട്ട് നമ്മൾ കരുതുക, എന്നിട്ട് അതിനെന്തെങ്കിലുമൊക്കെ പണി വന്നാൽ നമ്മൾ തന്നെ ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് ഒരു വെളിവില്ലാത്ത വർത്താനം ഇവർ പറഞ്ഞു നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പ്രൈവറ്റ് ബസ്സിൽ കയറിയെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നായിരുന്നു. ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് പറയാം. അവർ ശരിക്കും ആ ബസ്സിൻ്റെ പേര് സഹിതം വെച്ചാണ് അതിനകത്ത് കമൻറ്റൊക്കെ ഇട്ടേക്കുന്നത്. അതിനകത്ത് രേണു വന്ന് ഇരിക്കുന്നത് കണ്ടു. ഒരു മനുഷ്യർ രേണുവിനെ മൈൻഡ് ചെയ്തില്ലെന്നാണ് പറയുന്നത്, ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷേ രേണു പറഞ്ഞിട്ട് രേണു ഇനി ബസ്സിൽ കയറുന്നില്ലെന്ന്. കാര്യം ആൾക്കാരത്തിനെ കൊണ്ടൊക്കെ അതുപോലെ ശല്യമാണ്, ഭയങ്കര പ്രശ്നമാണ്. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഇവരൊരു സിനിമയിലോ അങ്ങനെ വലിയൊരു മെയിൻ നടിയായിട്ട് അങ്ങനെ ഒരു ഫെയിമായിട്ട് ഒന്നും വന്നിട്ടില്ല. ഒരു ഫിലിമിൽ അങ്ങനെ ഒരു മെയിൻ ഒരു
എന്താ ഇപ്പോൾ പറയും മഞ്ജു വാര്യർ അല്ലെങ്കിൽ കാവ്യ മാധവൻ അല്ലെങ്കിൽ ആരാ ഉർവശി അങ്ങനെ ശോഭന എന്നൊക്കെ പറയും. നമ്മളൊരു നടിമാരെ നമ്മൾ പറയുമല്ലോ നമുക്ക് ഇന്ന സിനിമയിലെന്ന് പറയും. അങ്ങനെ പോലും വരാതെ ഒരു ഷോർട്ട് ഫിലിമിൽ മാത്രം അഭിനയിച്ച് കുറേ റീലും എടുത്ത് നടക്കുന്ന ഇവർക്ക് ഇത്രയും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് ഞാനൊന്ന് കയറി ബിഗ് ബോസിന് ശേഷം. അയ്യോ എനിക്കെന്തോ എല്ലാരും വന്ന് പിടിക്കുക, കയ്യിലൊക്കെ അടിവരൊക്കെ വന്ന് പിടിക്കുക, ഭയങ്കര. ഇനി ഞാൻ കയറുന്നില്ല. അങ്ങനെ പറയരുത്. ചുമ്മാ എന്തോ പോലെ. എത്ര ടൈം ഉണ്ടായിരുന്നു ബസ്സിൽ യാത്ര? കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ ഞാലിയാകുഴി ടു പുതുപ്പള്ളിപ്പള്ളി ബസ്സിലൊരു വളവട്ട് തന്നെയല്ല. ഞാൻ നേരത്തെ ബിഗ് ബോസിന് മുന്നേ വരെ തലേന്ന് വരെ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് ചങ്ങനാശ്ശേരിക്ക് വരുന്നത്. അവിടെ ഇവിടെ ബിഗ് ബോസിന് ശേഷമാണ് ഞാൻ അങ്ങനെ കയറാറ്. ഞാൻ കയറി നോക്കി, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മാസ്ക് ഒന്നും വെച്ചില്ല. എല്ലാവരും ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ നോക്കും. പിന്നെ ആദ്യമായിട്ട് കാണുമല്ലേ, അത്ഭുതമായിട്ട് നോക്കുന്നെന്ന് സ്വയം അങ്ങ് പുള്ളിക്കാർ തന്നെ അങ്ങ് പുകഴ്ത്തിക്കോളൂ പുള്ളിക്കാരി. പിന്നെ കുറേ ചാനൽ എനിക്കറിയാമല്ലോ, ഇവർ ഒരു ബാത്റൂമിൽ പോകുന്ന കാര്യം വരെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ബാത്റൂമിൽ പോകുന്നൊക്കെ ചോദിക്കണമെങ്കിൽ എത്ര വിലയുണ്ട് ഇവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, ഇല്ലേ? എത്രമാത്രം വിലയുണ്ട് ഇവരോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും. വേറെ താറ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് നിൽപ്പുണ്ട് ഓരോരുത്തരെ. ഇവരുടെ പുറകെ ഇങ്ങനെ എനിക്കൊന്ന് ഇവർ പൈസ കൊടുത്ത് നിർത്തിക്കുന്നതെന്ന് തോന്നി ഈ ക്യാമറയും ഈ ആൾക്കാരെയൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഒരു ഇച്ചിരിയെങ്കിലും ഒരു മാറ്റം വരണ്ടേ നമുക്ക്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് തിരിഞ്ഞാൽ രേണുസുതി ഉണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു, രേണുസുദീനെ അങ്ങോട്ട് രേണുസുതി എൻ്റെ തലേന്ന് പേന എടുത്തു, രേണുസുതി എൻ്റെ കയ്യിൽ ക്യൂടെക്സ് ഇട്ടു, വളയിട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. അല്ലാതെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആ വീടിൻ്റെ കാര്യം എടുത്തിട്ട് അങ്ങനെ ഒരു വിഷയങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കാനുള്ളൂ. എപ്പോഴും ഇത് തന്നെയാണ് പതിവ്. അതുപോലെ തന്നെ ഈ കിച്ചുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ വീടിനെ പറ്റി പറയുമ്പം രേണു ഒരു പുച്ഛത്തോടു കൂടി ഒരു പേര് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. KHDC ഫിറോസ് ഇക്ക തന്ന വീട്, ഫിറോസ് ഇക്ക തന്ന വീട് കൊല്ലം സുധിച്ചേട്ടന്റെ. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് കേട്ടോ എനിക്കതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. ഈ ഒരു ആക്ഷനും ഈ ഒരു ചിരിയും കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് റിയാക്ട് ചെയ്യണമെന്ന് ഓർത്തത്. അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളതൊക്കെ അവരുടേതായ കാര്യങ്ങൾ അവർ ടോയ്ലറ്റിലോ എവിടെയെങ്കിലും പൊക്കോട്ടെ, ഫ്ലൈറ്റിലോ പ്ലെയിനോ അല്ല ട്രെയിനിലോ എവിടെ വേണമെങ്കിലും അവർ കയറി പൊക്കോട്ടെ, ഒരു വിഷയമില്ല. പക്ഷേ ഇവർ ആ ഒരു മനുഷ്യൻ്റെ പേര് പറഞ്ഞപ്പം അവരുടെ മുഖത്ത് നിന്നൊരു പുച്ഛപാതമുള്ളൊരു ചിരിയുണ്ടോ. ഫിറോസ് എന്ന് ആദ്യം പറഞ്ഞ് ഫിറോസ് ഇക്കാന്ന് പിന്നെ പറയുമ്പോഴത്തേക്ക് ആ ഒരു കളിയാക്കിയുള്ളൊരു ചിരി. ഇതിന് കുറച്ച് നാൾ മുന്നേ ഉള്ളൊരു കാര്യമുണ്ട്, അത് ഞാനൊന്ന് കാണിക്കാവേ. കാരണം വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പ് കിട്ടുന്നല്ലേ ഉള്ളൂ. കിച്ചൺ അങ്ങേ സൈഡിൽ ഓപ്പൺ കിച്ചൺ ആണ്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബാത്റൂം. സിറ്റ് ഔട്ട് ആണ് ചെറിയ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി വീടാണല്ലേ? അതെ അതെ തീർച്ചയായും. സുധിലയം, സുധിച്ചേട്ടൻ ലയിച്ചു ചേർന്ന വീട്. നമുക്ക് സുധിലയത്തിലോട്ടൊന്ന് കയറി കാണാം. ഉണ്ടെന്നുള്ളത് അറിയിക്കുന്നതായിരിക്കണം ഇത്. പക്ഷെ ഏട്ടന് എന്നിൽ നിന്ന് പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സമയം ഓർക്കും അയ്യോ ചിലവരൊക്കെ പറയും മരിച്ചു പോയ സുധിയുടെ വൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന സങ്കടവും ദേഷ്യവും മരിച്ചു പോയോ സൂചന എവിടെ മരിച്ചിട്ടില്ല, സൂചന മരിച്ചിട്ടില്ല, അങ്ങനെയാ പറയാ. കാരണം അതുപോലെ നമ്മുടെ മനസ്സിലുണ്ട് സൂചന. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കിച്ചൺ കഴിഞ്ഞ് നമുക്ക് ബെഡ്റൂമിലോട്ടൊക്കെ പോകാം. ഇതാണ് കിച്ചണേ. കിച്ചന്റെ ഡോറും കണ്ടോ, ഡോറൊക്കെ അടിപൊളി. അതേ മോട്ടറിന്റെ സ്വിച്ച്, ഇതേ കബോർഡ്സ്, കബോർഡ് സ്വിച്ച്, ഇതേ കബോർഡ്സ്, കബോർഡ് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പാത്രം അതുപോലെ ഇതിൽ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചടങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചാണ് പിന്നെ സാധനങ്ങൾ. പിന്നെ ഇത് ഗ്യാസ്, ഇതൊക്കെ നമ്മൾ കൊണ്ടൊന്നുമല്ല കേട്ടോ, എല്ലാ സ്പോൺസറും നമ്മൾ KHDC നമ്മളിവിടെ വന്നപ്പോൾ തന്നെ KHDC ഇതെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഇത് ഗ്യാസ് വെക്കുന്ന നമ്മളൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്ത് നമ്മളൊക്കെ എന്തോ ഈ കുറ്റി നമ്മൾ കൊണ്ടുവന്നോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ, എന്തുവാ വെള്ളം കുടിക്കുന്ന പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നല്ലേ പാട്ട്. ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ. പിന്നെ ഫാൻ, അടുക്കള നമ്മുടെ വീട്ടിലൊന്നും അടുക്കള ഫാനൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്കും എനിക്കൊക്കെ അടുക്കള, ചേച്ചിക്കൊക്കെ അടുക്കളയിൽ നിന്ന് ചൂടെടുക്കണ്ടല്ലോ, ഫാനുണ്ട്. സുചേട്ടാ കണ്ടല്ലോ ഫാൻ വരെ അടുക്കള എന്തോ ഇല്ല, അത് ചൂടിന് വേണ്ടി സുചേട്ടന്റെ വീടല്ലേ ഉണ്ട്. അല്ല അവരെല്ലാം ചെയ്യുന്ന ക്വാളിറ്റി ആയിട്ടോ. സുചേട്ടൻ മാത്രമല്ല എല്ലാവരും ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ബെഡ്റൂം ഒക്കെ നോക്കാം. കിച്ചുവിന്റെ മുറി. അയ്യോ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് കിച്ചുവിന് എപ്പം വന്നാലും അവന്റെ മാത്രമായിട്ടുള്ള അവന്റെ സ്പേസ്, അവന്റെ ബെഡ്റൂം. ഇതും അതുപോലെ തന്നെ ഈ ജനലിന്റെ എല്ലാം എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള എല്ലാം ഇതെല്ലാം സ്പോൺസറിംഗ് ആണ്. അറ്റാച്ച് ബെഡ്ഷീറ്റ് വരെ. അതെ, ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. അതെ അതെ അതെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നതെങ്കിലും തോന്നിയോ? എനിക്ക് തോന്നി മണിച്ചിത്രത്താഴിനകത്ത് നാഗവല്ലി
ലാലേട്ടനായിട്ട് അതിനകത്ത് പോയേച്ച് ഇത് ചെലങ്ക, ഇത് മറ്റേ എന്നെ പലക്കാമാല, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഇതിലാണ് പുള്ളിക്കാരി അതേപോലെ. പക്ഷേ എത്ര സന്തോഷമായിട്ടും എത്ര ഉത്സാഹത്തോടെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് നല്ലൊരിതാണ്, ക്വാളിറ്റി ഉള്ള സാധനങ്ങളിട്ടാണ് എനിക്ക് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഈ വീട് പണിതുകൊണ്ടിരുന്ന സമയത്തും ഈ രേണുവിൻ്റെ അപ്പൻ കെട്ടിടപ്പണിക്കൊക്കെ പോയിട്ടുള്ള ആളാന്ന് പറഞ്ഞു. ആ മനുഷ്യനും ആ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന എടുത്താണ് ഈ ഒരു ഫിറോസ് എന്ന് പറഞ്ഞ ഒരാൾ ആ വീടിന് വേണ്ട ബാക്കി കാര്യങ്ങളും അദ്ദേഹത്തിനോട് കുറേ ആൾക്കാർ കൂടെ ചേർന്നാണ്, എല്ലാവരും കൂടെ ചേർന്നാണ് അദ്ദേഹം മുൻകൈ എടുത്തു. ബാക്കിയുള്ളവർ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ചെയ്ത ആ മനുഷ്യനെയാണ് ഫിറോസിക്ക എന്ന് പറഞ്ഞ ആ ഒരു കളിയാക്കി ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ പറയുന്നു, ആ ഒരു വൈദികൻ ആ കൊടുത്ത സ്ഥലത്തിന് ഒരു വിലയില്ലാത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, അദ്ദേഹത്തിനെ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അടുക്കളയിൽ ഫാനുണ്ട്, അതുകൊണ്ട് എല്ലാം സുധിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സുധിച്ചേട്ടൻ മരിച്ച കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു പോയെന്ന് ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് സുധിച്ചേട്ടൻ മരിച്ചോ ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ ആ പറയുന്ന ആളാണ്. ഓരോ ആ വീഡിയോ ഇവരുടെ കൂടെ കുറേ ചാനലുകാരുണ്ട്. ആ ചാനലുകാർ വരുമ്പോൾ വെച്ചോ മീഡിയ വരുന്നു വെച്ചോ ഒരുമാതിരി 18 വയസ്സുള്ള പെണ്ണ് ഒരു കാമുകനോട് കിടന്ന് കാണിക്കുന്ന പോലത്തെ രീതിയാണ് കാണിക്കുന്നത്. എന്നിട്ട് അത് ആരൊന്ന് ചോദിക്കുമ്പം അതിപ്പോൾ പറയാൻ പറ്റത്തില്ല, രഹസ്യമാണ്. ഈ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ കാണിക്കുന്ന പരിപാടിയാണ്. ഇവർ ഭർത്താവ് മരിച്ചുപോയി, അതിന് ശരിയാണ്, ഇവരെന്നും ഇങ്ങനെ വിധവയായിട്ട് കഴിയണമെന്നൊന്നും പറയുന്നില്ല. ഇവർക്കൊരു ജീവിതം തുടങ്ങാം, അത് മാന്യമായിട്ട് അവർക്ക് അന്തസ്സായിട്ടൊരു ജീവിതം തുടങ്ങാം. അവർക്ക് കല്യാണം കഴിച്ചത് അല്ലാതെ 24 മണിക്കൂർ ഫോണിൽ കൂടെ എനിക്കൊരു കാമുകനുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് ഇവർ തന്നെയാണ് ഇവർക്കുള്ള നെഗറ്റീവ് എടുത്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പറയും അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവർ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് കൊടുക്കുന്ന ഇവർ തന്നെയാണ്. ഇവരുടെ ഓരോ വീഡിയോസും കാണുമ്പോൾ അറിയാം ഓരോ കാര്യങ്ങൾ. പിന്നെ ഇവർ എപ്പോഴും പറയുന്നുണ്ട് കല്യാണം കഴിച്ച് ആ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു എന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവരുടെ ഏതോ ഒരു വീഡിയോയ്ക്ക് പോയി അയാൾ കമൻറ്റ് ഇട്ടാണ്. കാര്യം ഇവർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് അങ്ങ് മാറുവാണ് എന്നുള്ള രീതിക്ക് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം കമൻറ്റ് ഇട്ടു, നിങ്ങൾ മാറുവാണെങ്കിൽ നല്ല കാര്യം, അത് വേറെ ആർക്കെങ്കിലും അവകാശപ്പെട്ടവർക്ക് കൊടുക്കാം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും ഒരാൾക്കൊരു പെൻസിൽ മേടിച്ച് കൊടുത്തോട്ടെ, ആ പെൻസിൽ മേടിച്ച് അതും കൈ വെച്ച് നമ്മളെ കൊഞ്ഞനെ കുത്തി കാണിച്ചാൽ നമുക്കൊരു ഇഷ്ടക്കേട് തോന്നത്തില്ലേ? അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഓരോ കാര്യങ്ങൾ ചെയ്താൽ അവരുടെയൊക്കെ ഫീലിങ്സ് എന്നതായിരിക്കും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഇനി പറയുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് തെറ്റാന്നും കൂടെ പറയാനുള്ള ബോധം വേണേൽ കാണുന്നവർക്ക്. എല്ലാവരും അങ്ങ് എന്നെ ചെയ്താലും ആ പെങ്കൊച്ചൊന്ന് ജീവിച്ചോട്ടെ, ആ പെങ്കൊച്ചൊന്ന് കഷ്ടപ്പെടുവാണ്, ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് എന്നെ അന്യൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും. ഈ അന്യൻ്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കുക, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറയാൻ വരുന്നുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങളുടെ വീട്ടിലാണ് നടക്കുന്നത്. നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി മീഡിയസിനോട് കാണിക്കുന്നില്ല. ഇവരുടെ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ മൊത്തം ഇവരിറങ്ങി പബ്ലിക്കിലാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ അത് പ്രതികരിക്കാം, ആർക്കു വേണമെങ്കിലും പ്രതികരിക്കാം. അതിന് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരിപ്പോൾ പറയുന്നുണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുകയല്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അത്ര അഹങ്കാരത്തോട് പറയുന്നവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുകയല്ലെന്നാ പറയുന്നവർക്ക് അതേ അഹങ്കാരത്തോട് ഇനി പറയാം. ഇവർ പബ്ലിക്കിൽ ഇറങ്ങി ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ പ്രതികരിക്കും മനുഷ്യർ, ഇനിയും പ്രതികരിക്കും, അതേ ഉള്ളൂ. ഇപ്പോൾ കാണിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ശരിക്കും നെഗറ്റീവാണ് അവർക്ക് അതിനകത്ത് വന്നിരിക്കുന്നത്. ശരിക്കും ഇവരെ ഇഷ്ടപ്പെടുന്നവർ പോലും അതിനകത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവൾ ഭൂലോക അഹങ്കാരിയായി തുടങ്ങിയേക്കുവാണ്. ഇത്രയും അഹങ്കാരം ഒരു പുള്ളിക്കാരി എനിക്കൊന്ന് ഇവരെ കൊണ്ടൊക്കെ ചോദിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ പിന്നെ ഒരാൾ വന്നിച്ച് കുക്ക് ചെയ്യുമോ എന്നതാ അപ്പിയിടുമോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇവർ പറയാതെ അത് ചോദിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. കാര്യം ഇവരോട് ചോദിക്കാണ്ട് ഇവർ നേരത്തെ ക്വസ്റ്റ്യൻ അവർക്ക് കൊടുക്കുന്നതാണ്, ഇത് ഇന്നപോലെ ചോദിക്കണം, എന്നിട്ട് അത് പബ്ലിക്കിലേക്ക് ഇടണം. ആ ഒരു കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്നോട് ഒരാളെ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും എനിക്ക് സമയം കിട്ടുമ്പോൾ കുക്ക് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ പുള്ളിക്കാരുടെ വർത്തമാനം കേട്ടാൽ തോന്നും സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നുമില്ലാത്ത തിരക്കാണ് പുള്ളിക്കാരിക്ക്. അതൊക്കെ മേലെയാണ് ഇവരുടെ തിരക്ക്. പാചകം ചെയ്യാറുണ്ടോ? എന്റെ പൊന്നു ചേച്ചി, ഒന്നാമത്തെ കാര്യം 1-2 ദിവസമാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. ഈ ഓട്ടോ ഉറക്കളവും നമ്മൾ ബസ്സിലൊക്കെ കയറി ട്രെയിനിലൊക്കെ കയറിയാണ് പോകുന്നത്. അതായത് ബുക്ക് ചെയ്തെങ്കിൽ പോലും നമുക്ക് നല്ല ക്ഷീണമൊക്കെ കിടന്നുറങ്ങിയൊക്കെ പോകുമ്പോൾ വീട്ടിൽ ചെന്ന് 2 ദിവസം റെസ്റ്റ് എടുക്കാനാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പിള്ളേരാണെങ്കിൽ ഉറക്കത്തില്ല, പുറത്ത് കൊണ്ടുപോകാനൊക്കെ എപ്പോഴും ഇങ്ങനെ പിള്ളേരെ കൊണ്ട് പുറത്തൊക്കെ പോകും. ആ സമയം കൊണ്ട് ഞാൻ പാചകം ചെയ്യണോ റെസ്റ്റ് എടുക്കണം? ചേച്ചി പറഞ്ഞു റെസ്റ്റ് എടുക്കണം. പാചകം ചെയ്യുമോയെന്നൊന്ന് ചോദിച്ചു പോയി അവർ. അതിനുള്ള മറുപടിയാണ് ഇത്രയും. അവർ റെസ്റ്റ് എടുക്കണോ? ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് വെച്ച് ഇവർക്ക് ഭയങ്കര സങ്കടമല്ലായിരുന്നോ? എൻ്റെ ഋതപ്പ, എൻ്റെ ഇച്ചൂട്ട എന്നും പറഞ്ഞ് കിടന്ന കരച്ചിലായിരുന്നു. അപ്പോൾ ഇവർ 2 ദിവസമേ വീട്ടിലോട്ട് പോകാറുള്ളൂ, ബാക്കി സമയത്തൊന്നും ഈ കുഞ്ഞുങ്ങളെ കാണാറില്ലേ?
മൂത്ത കൊച്ചു പിന്നെ പോട്ടെ, അത് ഇത്രയും വലുതായി. ഇളയ കൊച്ചു വെറുതെ ഇല്ല അതിൻ്റെ മുഖത്ത് ഇത്രയും സങ്കടങ്ങൾ, അതിന് ഇത്രയും വിഷമം, അതിൻ്റെ മുഖം കണ്ടറിയാൻ ഉള്ളി നല്ല വിഷമത്തോടെ കുഞ്ഞ് കിടക്കുന്നത്. ഈ വല്ലപ്പോഴും 2 ദിവസം അവിടെ ചെന്ന് നിന്നേച്ച് വന്നാൽ കുഞ്ഞിനെ അതിൻ്റെ അമ്മയെ കണ്ടേ, അതിൻ്റെ അപ്പനോ അതിനെ നഷ്ടപ്പെട്ടു പോയി, അമ്മയും കാണാൻ കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞിന് ശരിക്കും അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരേണ്ട പ്രായമാണ് അതിൻ്റെ. പിന്നെ ഇതിനേക്കാളൊക്കെ രസം എന്ന് വെച്ചാൽ പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട് പി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടേ. പി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാർ പറയുന്നത് എനിക്ക് ഒറ്റ പി ഉള്ളത്. അതാണ് വാ തുറന്ന നുണയും ഈ പുള്ളിക്കാർ പറഞ്ഞത്. ഈ പെണ്ണുപിള്ളിക്ക് നുണ പറയാനേ വാ തുറക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും എനിക്കത് ഫുഡ് പോലും കഴിക്കാൻ ഇവരങ്ങനെ ഫുഡ് കഴിക്കുന്നൊരു ഇച്ചിരി ഉള്ളൂ കഴിക്കുന്നത്. എനിക്കൊന്ന് നുണ പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്നതെന്ന് തോന്നുന്നു. അത് ഞാൻ പറയത്തില്ലല്ലോ അല്ലേ, അതെന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത്. കരീഷ്മയായിട്ടാണ് സംസാരിക്കുന്നത്. എത്ര മാനേജേഴ്സ് ഉണ്ട് ഇപ്പോ? ഒരാളെ ഉള്ളു, അവളെ ഉള്ളു. പിന്നെ ബഹ്റൈനിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന വേറെ മാനേജറാണ്. ദുബായിലും വേറെ ആളാണ്. ആകെപ്പാട് ഒരു മാനേജർ, ഇനി എണ്ണാൻ അറിയാൻ മേലാത്തോണ്ടായിരിക്കും, ആകെപ്പാട് ഒരു മാനേജറേ ഉള്ളൂ. ദുബായിൽ ഇവിടെ ഒരെണ്ണം കരീഷ്മ, പിന്നെ ദുബായിൽ ഒരെണ്ണമുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് പറയുന്നത് എന്നതാണെന്ന് പുള്ളിക്കാരിക്ക് തന്നെ ഒരു വെളിവില്ല. എന്നതൊക്കെയോ വിളിച്ച് പറഞ്ഞ് ഇനി അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കാം. അപ്പം അത് പറയുമ്പം അതെടുത്ത് പിടിച്ച് റിയാക്റ്റ് ചെയ്യുമല്ലോ, അതിനുവേണ്ടി ആയിരിക്കാം ഇങ്ങനെ കിടന്ന് പറഞ്ഞത്. ഇതിലെല്ലാം രസം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരിയാണ് ഇതിനെല്ലാം സപ്പോർട്ട് നിന്ന്. ഈ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തായിരുന്നു, ആ ഒരു അച്ഛനെ ഒരുപാട് അവഗണിച്ചുകൊണ്ടൊക്കെ ഒരു ചെയ്തായിരുന്നു. അദ്ദേഹം വീണ്ടും ആർക്കണ്ടൊക്കെ സ്ഥലം കൊടുത്തു, വീട് വെക്കാൻ കൊടുത്തു എന്നൊക്കെ പറയാം. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം, അച്ഛൻ പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹം കാണിക്കാം. അപ്പോൾ അന്ന് പുള്ളിക്കാരി ആ വീഡിയോയുടെ അടിയിൽ ചെന്ന് കമൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞു, അച്ഛോ കൊടുത്തു, ഇത് കൊടുത്തേച്ച് ഞാൻ തന്നതാ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഗോഷ്ഠി കാണിച്ചാണ് പറയുന്നത്. അത് കേട്ട് രേണു പൊട്ടിച്ചിരിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ പുള്ളിക്കാരി അതുൽ വ്ളോഗ്സിനോട് പറഞ്ഞ്, അതിപ്പോൾ എല്ലാ മീഡിയയിലും എല്ലാവരുടെ ചാനലും വന്നിട്ടുണ്ട്, അതുൽ വ്ളോഗ്സിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇവർ ഈ രേണുവിനെ ഇത്രയും സ്ക്രൂ കയറ്റി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇറക്കി വിട്ടേച്ച് ഇവരുടെയൊക്കെ മനസ്സിൽ ഇവർ ചിന്തിച്ച് കുളിപ്പിച്ചേക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് വരാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലേ, താൻ ആരെന്നറിയണമെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ ആരെന്നറിയണമെന്ന് കിച്ചുവിൻ്റെ വീഡിയോ വെച്ചാൽ കിച്ചു ലൈവിലൊക്കെ വരുന്നത് എത്ര മാന്യമായിട്ടാണ്. കിച്ചുവിനോട് ഓരോരുത്തരും ഇട്ട് കൊടുക്കുന്നുണ്ട് രേണുവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട്. അത് ഇട്ട് കൊടുക്കുന്ന എന്നതിനെന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ വായി എന്തെങ്കിലും വരണം, അത് അടുത്ത ഇതായിട്ട് ഓരോന്നിങ്ങനെ വീഡിയോ വന്ന് അതിനെപ്പറ്റി പിന്നെ അത് വലിച്ചു കീറി ഇങ്ങനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കണം. അത് കിച്ചുവിന് നല്ലപോലെ അറിയാം. കിച്ചുവിനോട് ചോദിക്കുമ്പോഴേ കിച്ചു പറയുന്നുണ്ട് എൻ്റെ വായിൽ നിന്നൊന്നും വീഴുകയില്ല, എൻ്റെ വായിൽ നിന്നൊന്നും വീണിട്ട് ആർക്കും ഒന്നും പറയാനായിട്ട് കിട്ടുകയില്ല. അത് പറഞ്ഞാൽ ആ കൊച്ചിനുള്ളതിൻ്റെ 4% വിവരം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവർ ഇത്രയും മോശമായിട്ട് മനുഷ്യരാരും ഇവരെ ആരും ഒന്നും പറയുന്നത് ഇവരുടെ സ്നേഹത്തോടെ എല്ലാവരും നിൽക്കുകയുള്ളായിരുന്നു. എല്ലാ മനുഷ്യർക്കും ഇവരോട് ഇഷ്ടം തോന്നിയായിരുന്നു. നമുക്ക് അതിനാലും പുള്ളിക്കാരി പറയുന്നത് നോക്കാം. എല്ലാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി, ഒരു കിടപ്പാടം, അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഇത് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ അയാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങേരെ കയ്യിലിരിക്കുന്ന 7 സെന്റ് വസ്തു എടുത്ത് ഓസിന് കൊടുത്തു, അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്ന് ഒന്നും ഞാൻ പറയൂല. ഒരു നന്ദി അവർക്കിടയിൽ നമുക്ക് രണ്ട് കൂട്ടർ പോസിറ്റീവ് പറയുന്നവർക്കാരും നെഗറ്റീവ് പറയുന്നവർക്കും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം? ഒരു പേഴ്സണലി പ്രശ്നവും ഇല്ല. ഞാൻ അവിടെ പോയത് തന്നെ, നിങ്ങളും പോയതല്ലേ? എവിടെ? ബിഷപ്പിന്റെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല. വീട്ടിലല്ല, ആ ഏരിയയിൽ എന്തൊക്കെ പോയിട്ടില്ലേ? രേണുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അത് തന്നെ കണ്ടതല്ലേ? എന്ത് കുഴപ്പം? ബിഷപ്പിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, വച്ചു കൊടുത്ത മതിലെന്ന് വെച്ചാൽ മറുനാടൻ പൈസയാണ് കൊടുത്തത്, അല്ലാണ്ട് പണിക്കാരെയും അതാ ഈ പറഞ്ഞതിന്റെ ഇയാള് പോയിട്ടുണ്ട്, ഇയാൾ കണ്ടല്ലോ ആ മതില്. അത് വച്ചതും ചെയ്തതും മനസ്സിലായ, വച്ചതും ചെയ്തതും മറുനാടനല്ല, മറുനാടൻ പൈസ കൊടുത്ത് അവർ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത്. അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്നുള്ളൊരു നന്ദികേടാണ്. ഇപ്പം രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ നിങ്ങൾ സംസാരിച്ചാൽ ഇന്നേ വരെ എനിക്കൊരു ന്യായം തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു തന്നു, അത് നാളെ കംപ്ലൈന്റ് ആയി, നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരുമോ, കടയിൽ കൊണ്ടുപോകും? അതല്ലേ ചെയ്യുള്ളൂ. കിട്ടിയല്ലോ തന്ന അത്രേ ഉള്ളൂ. അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ. രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറുനാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവർക്ക് വന്ന പ്രശ്നം ശരിയാക്കിക്കൂടെ, അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഈ ഫിറോസിക്ക് ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് പോകും. എനിക്ക് നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അത്ര ഞാൻ പറയത്തില്ല. എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങേര് ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയണത് ഞാൻ പറഞ്ഞു.
കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കയറി കിടക്കണം. വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ കിടക്കുന്ന ആളുകളാണ്. കേൾക്കുമ്പോൾ പാവം തോന്നും. ഞാൻ ഇപ്പം ചോദിച്ചു, ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീട് വെച്ച് തന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പം രേണു അത് ചെയ്തപ്പം അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അപ്പൊ അവളെ കണക്കല്ല നിങ്ങൾ സമ്മതിച്ച് അവള് വീട്ടിൽ നിൽക്കുന്നത് നമ്മൾ ആരും അല്ലെന്നായി അവളെ കണക്കിന്. ഇതാണ് സംഭവം. കാര്യം അവൾ കണക്കല്ലല്ലോ നമ്മളെന്ന്. ഇവർക്കൊക്കെ അറിയാം ഈ രേണുവിന് നെഗറ്റീവ് ആക്കുവാണ്. ഇനി രേണുവിന് വിവരം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ബുദ്ധിയും ബോധം ഇല്ലാഞ്ഞിട്ടാണോ രേണു ഇതെല്ലാം ഇങ്ങനെ ആര് വരുന്നോ അവരുടെ കൂടെ കൂടിക്കിടന്ന് ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നത്. അതോ ഇനി രേണു മനഃപൂർവ്വം കാണിക്കുന്നതാണോ എന്നും എനിക്കറിയത്തില്ല. എന്നതാണേലും പുള്ളിക്കാരുടെ വായിൽ വന്ന വർത്തമാനം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിഷപ്പിൻ്റെ ഇതൊന്ന് കാണാൻ സ്ഥലം കൊടുത്തിരുന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഫിറോസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് വർക്കും കാര്യം. പക്ഷേ ഈ ഒരു വൈദികനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട് കേട്ടോ. ഒന്നുമല്ലെങ്കിലും ആ മനുഷ്യൻ ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തത്. നമുക്ക് ആരെങ്കിലും ഒരു സെൻറ്റ് ഒന്നും വേണ്ട, ഒന്ന് വഴി തരാമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? നമുക്കിപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ വഴി കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ആരും കൊടുക്കില്ല. ഈ പറഞ്ഞ ഞാൻ പോലും കൊടുക്കുകയില്ല. കാര്യം എന്നു ചോദിച്ചാൽ പൈസ തന്നാൽ തരാമെന്ന് പറയും. അങ്ങനെ ആരും കൊടുക്കുകയില്ല. എല്ലാവരും അവരവരുടെ സ്ഥലം വിട്ട് ഒന്നും ചെയ്യാൻ പോകത്തില്ല. അങ്ങനെയുള്ളവിടുത്ത് അത്ര 7 സെൻറ്റ് സ്ഥലം കൊടുത്ത് ഇന്ന് ആ സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ വിലയാകും. അതൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ അത് കിച്ചു പറയുന്നുണ്ട്. കറക്റ്റാണ് കിച്ചു പറയുന്നത്. കിച്ചുവിൻ്റെ കൂട്ടുകാരും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ലൈവ്. എന്നാലും നമുക്ക് ഈ ഇതൊന്നും കാണാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവർ ഇതുപോലെ തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുത്തു വെച്ച് ഇതുപോലെ ലൈഫിലെ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഇതിൽ നിന്നുള്ള വീട് വെക്കുന്ന പോലെ അങ്ങനെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരു കുറ്റവും പറയാതെ അതിനകത്ത് താമസിച്ചായിരുന്നേ. ഇത് വീട് നല്ലതായി പോയിട്ടാണ് അത്രയും പ്രശ്നം വന്നത്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഈ വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ഇല്ലേ ഓരോ സാധനങ്ങളും നമ്മൾ വീട്ടിലോട്ട് ഒരു 3-4 മാസത്തേക്ക് നമ്മൾ എന്നതെല്ലാം മേടിച്ചാലും നമുക്ക് പിന്നെ അടുത്തത് ഇങ്ങനെ ഇപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഓരോന്നും പുതിയതായിട്ട് നമുക്ക് മേടിക്കേണ്ടി വരും ഇല്ലേ. അങ്ങനെ ഒരു വീട് വെച്ച് കയറി കഴിയുമ്പോൾ അതിനകത്തോട്ട് എന്നതെല്ലാം നമ്മൾ മേടിച്ചാലായി ആ സാധനങ്ങളൊക്കെ എല്ലാം അങ്ങേറ്റം ഒരു ബൾബ് വരെ നമ്മളത് മേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇത് പാത്രങ്ങൾ വരെ അവർക്ക് അതിനകത്ത് ഷെൽഫിനകത്ത് ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഗ്യാസ് അടുപ്പ് കാര്യങ്ങൾ എല്ലാം ഒന്നിനൊരു ബുദ്ധിമുട്ടും അതില്ല. അത്രയും ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ ഇവർക്കത് അവോയ്ഡ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഇവർക്കത് ചെയ്യായിരുന്നു. അല്ലാതെ ഇവരത് വിഷയമാക്കി നിർത്തേണ്ട കാര്യമില്ലായിരുന്നു. ഇത്രയും പബ്ലിക്ക് കൊണ്ടുവന്ന് ഇതങ്ങ് വലിച്ചു കീറണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒന്ന് കയറി വന്നു, വൈറലായി, വീണ്ടും ഒന്ന് ഇതായിപ്പോയി, വീണ്ടും വൈറലാകാൻ വേണ്ടി എടുത്തിട്ടൊരു കാര്യമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്നാ പറയാൻ ഇതിനൊക്കെ. നമുക്ക് ബിഷപ്പിൻ്റെയും കൂടെ ഒന്ന് കാണാവേ. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് 7 സെൻറ്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും 8 കുടുംബങ്ങൾക്കും തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന് 13-ാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് 2 വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു. പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുധീര ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവർ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത്. എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം ഇച്ഛിക്കാതെ ഇറങ്ങിച്ചെന്ന് എന്നാലാവുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു. അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട, ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ്. അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ 8 കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു. ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത്. അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി വീട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സർക്കാരിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് കൃത്യമായ സമയത്ത് അതിനുള്ള പണം അനുവദിക്കുകയും അവർക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെ എല്ലാം ഗവൺമെൻറ് തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. വീട് പണി ഇവിടെ നടന്നിരിക്കുന്നത്, ഇപ്പോൾ നടക്കുന്ന പണിയാണെങ്കിലും വളരെ ദ്രുതഗതിയിൽ ഭംഗിയായ രീതിയിൽ നടക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അർഹതപ്പെട്ടവരെ, കാരണം 10-28 വർഷങ്ങളായിട്ട് വീടില്ലാതെ കുഞ്ഞു ചെറിയ ഹട്ടിൽ താമസിക്കുന്ന അർഹതപ്പെട്ട ജെന്യുവിനായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ നൽകിയിരിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഇവരെ എൻ്റെ കൂടപ്പറപ്പുകളായിട്ട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടു കൂടെ കാണുന്നു. അവർ വളരെ ഹാപ്പിയാണ് എല്ലാവരും. ആ കുടുംബങ്ങൾ 8 കുടുംബങ്ങളും വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. ഇതാണ് ബിഷപ്പ് സ്ഥലം കൊടുത്ത് ആ വീട് വെച്ചേക്കുന്നത്. അതുപോലത്തെ ഒരു വീട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഇത്രയും ഫിറോസ് കേൾക്കേണ്ടിയും വരത്തില്ലായിരുന്നു. സർക്കാരിനെ കിടന്ന് ചീത്ത വിളിക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനത്തെ ഒരു വീട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴും അഹങ്കാരത്തോടു കൂടിയുള്ളൊരു വർത്തമാനം കേട്ടിട്ടുണ്ടോ? ഞാൻ ആ വീടിന് മൊത്തം കുറ്റമാണ്, ഇപ്പോഴും കുറ്റമാണ് ആ വീടിന് മൊത്തം. എന്നിട്ട് പറയുന്നത് എന്നാ നിൽക്കുന്നത്, ഞാൻ ഇറങ്ങിപ്പോകത്തില്ല, ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഇറക്കി വിടന്നെ, നിയമപരമായിട്ട് എന്നെ ഇറക്കി വിടുക. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? എന്നാത്തിനാണ് വെല്ലുവിളിക്കുന്നത്? ആരിറക്കി വിടാൻ ചെല്ലുന്നത്? ഇവർക്കല്ലേ കുറ്റം. നാട്ടുകാരും കുറ്റം പറഞ്ഞില്ലല്ലോ ആ വീടിന്. ഇവർക്ക് കുറ്റമാണ്. കുറ്റം പറഞ്ഞേച്ച് ഇവരോട് ഇറങ്ങി പോകുകയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ കിച്ചു ആ ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. നമുക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്കത് കിട്ടി, അത് അവർ ഒരു ഔദാര്യം അവർ ചെയ്തു തന്നു എന്നുള്ള ആ കൊച്ചിന് അത്രയെങ്കിലും ബോധമുണ്ടെന്ന് പറയാനായിട്ട്. അങ്ങനെ കിട്ടിയ ആ വീട് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് കണ്ടോ, എന്നാണ് ഇവരല്ലേ ഇവിടെ താമസിക്കുന്നത്, കിച്ചു വല്ലപ്പോഴും ചെല്ലുന്നതേ ഉള്ളൂ. ആ വീട്ടിൽ താമസിക്കാത്ത കിച്ചുവിന് പോലും അങ്ങനെ ഒരു കാര്യം മനസ്സിൽ തോന്നി പറയാനായിട്ട്. അവിടെ താമസിക്കുന്ന പുള്ളിക്കാരിയുടെ വായിന്ന് വരുന്ന വർത്താനം കേട്ടോണേ. വലിയ കാര്യമാണ്. മെയിൻ്റെനൻസ് ചെയ്യണം നമ്മുടെ മാത്രം ചെയ്യാം. ഇപ്പൊ നമുക്ക് കിച്ചു അങ്ങനെയാണെങ്കിൽ കിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് ജോലിക്ക് ആവുമ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. മനസ്സിലായോ? കിച്ചു അങ്ങനെ പറഞ്ഞെങ്കിൽ കിച്ചുവിന്റെ ഋതുവിന്റെ വീടാണല്ലോ അത്, ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ്. അപ്പം അവന് ജോലിക്ക് ആവുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. അങ്ങനെ അവർ ആ പറയുന്ന ആ ഒരു അഹങ്കാരം കിച്ചു ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ റീലിനും പൂന്തത്തിനും ഒക്കെ പോയിട്ട് ഇവർക്ക് തന്നെ പുളുങ്കുരുവാണ് അവർ കൊടുക്കുന്നത്, പൈസയൊന്നും അല്ലേ കൊടുക്കുന്നത്? ഇവർക്ക് പൈസയൊന്നും അല്ലേ കൊടുക്കുന്നത് ഒരു കാര്യത്തിനും? ഇപ്പോൾ പറയുന്നുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ട്, ഞാൻ ചിലപ്പോൾ ഒരു വീട് വെച്ചെന്നിരിക്കും, ചിലപ്പോൾ ഞാൻ വെച്ചില്ലെന്നിരിക്കും. അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. റിതപ്പിൻ്റെയും കൂടെ വീടാണ്. കിച്ചുവിൻ്റെ വായിന്ന് പാവം അറിയാതെ അവൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഒരിക്കലും എൻ്റെ മാത്രം സ്വന്തമെന്നൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. രേണുവാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അല്ലത് കൊച്ചിനെ ഓർത്ത് അവിടെ നിൽക്കുന്നത്, കൊച്ചിനെ ഓർത്ത് നിൽക്കുന്ന ഈ കൊച്ചിനെ ഓർത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇതുപോലെ ശല്യമാണെങ്കിൽ ആ കൊച്ചിനെ കൊണ്ട് ഒരു വാടക വീട്ടിലോട്ട് മാറി തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത്രയ്ക്ക് കൊള്ളുകയില്ല, അത്രയ്ക്ക് മോശപ്പെട്ട സ്ഥലമാണെങ്കിൽ. അല്ലാതെ അവർ ഇറങ്ങിപ്പോകാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അവർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാണല്ലേ ഇത്രയും കിടപ്പൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിന് പൊങ്കാലയും കാര്യങ്ങളും എന്നാ വന്നില്ല എനിക്ക് വിഷയമില്ല കേട്ടോ. കാര്യം വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവരുടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെ മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവർ എവിടെ പോയാലും എന്നെ കാണിച്ചാൽ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതുപോലെ അപമാനിക്കപ്പെടാനായിട്ട് ഇവർ മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് മാന്യമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ഫീൽഡായിരുന്നു. ഇവർക്ക് അഭിനയം വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ഇപ്പോൾ അവരത് പഠിച്ചിതായി. തന്നെയല്ല, സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ലേബലും ഉണ്ട് അവർക്ക് മാന്യമായിട്ട് തന്നെ നല്ല രീതിക്ക് പോകുന്നത്. ഇത് വെറും ലോക്കലായി പോവർ, വെറും ലോക്കലായിട്ട്. ലോക്കൽ എന്ന് പറഞ്ഞാൽ തീരെ ലോക്കൽ. കാര്യം ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഇവർ കൊടുക്കുന്ന റിപ്ലൈ ആ സൈസാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. മാന്യമായിട്ട് ഒരൊറ്റ ചോദ്യം ഇവരോട് ആരും ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ഫ്ലൈറ്റേ കയറി അപ്പിയിടുവോ, കള്ളു കുടിക്കുവോ, പിന്നെ എന്നതാണ് കാമുകനുണ്ടോ, വേറെ വിവാഹം കഴിക്കുമോ, അങ്ങനെ എന്നതെല്ലാം കാര്യങ്ങളാണ് ഇവരോട് ചോദിക്കുക. അല്ല മാന്യമായിട്ട് എന്നേലും ചോദിക്കുന്നുണ്ടോ? ഒന്നും ചോദിക്കുന്ന കേട്ടിട്ടില്ല. ഇപ്പം ആരാണ്ട് പറഞ്ഞതിന് കള്ളക്കടത്ത പരിപാടിയെന്ന്, അതിനെപ്പറ്റിയൊക്കെ പുള്ളിക്കാരി ചോദിക്കുന്നത്. രേണു പോയിട്ട് എന്നെ സ്വർണം കടത്താമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അല്ലാതെ മാന്യമായിട്ട് ഒരു കാര്യം ഇവരോട് ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. അത് ഇവർക്കും ഇഷ്ടമായതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.